ഇസ്ലാമിക രാജ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണമെന്നും നാറ്റോ മാതൃകയിൽ ഒരു സൈനിക സഖ്യം രൂപീകരിക്കണമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആവശ്യപ്പെട്ടു. മക്ക സംയുക്ത പ്രതിരോധ കരാർ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് ആക്കരുതെന്നും ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ കരാറിൽ ചേരണമെന്നും ആസിഫ് ആവശ്യപ്പെട്ടിരുന്നു. സൗദി, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച സംയുക്ത സൈനിക കരാർ നിരീക്ഷിച്ച് വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷ, പ്രാദേശിക സമാധാനം എന്നിവയുടെ കാഴ്ചപ്പാട് ഈ കരാർ ഇപ്പോൾ പരിശോധിക്കുകയാണെന്ന് ഇന്ത്യ ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ കരാറിനോട് ഔദ്യോഗികമായി എതിർപ്പ് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുമില്ല. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കരാറിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിച്ച ഈ കരാർ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണോ എന്നും ആ വിശേഷണത്തെ ന്യൂഡൽഹി അംഗീകരിക്കുന്നുണ്ടോ എന്നും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി. ദേശീയ സുരക്ഷയിലും പ്രാദേശിക സ്ഥിരതയിലും ഈ കരാർ ചെലുത്താവുന്ന സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്നാണ് മക്ക സംയുക്ത പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്. ആ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ഉണ്ടാകുന്ന ഒരു സായുധ ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ കക്ഷികൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. ലോകമെമ്പാടുമുള്ള ഭീകരവാദികളെ പിന്തുണക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഇസ്രയേലും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ മുസ്ലിം രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ്. ഖ്വാജ ആസിഫിന്റെ ഈ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഉത്തരവാദി ഏത് രാജ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് ജയ്സ്വാൾ മറുപടി നൽകിയത്. പാകിസ്ഥാൻ, തുർക്കി, സൗദി എന്നീ രാജ്യങ്ങളുടെ സൈനിക സഖ്യം ഇന്ത്യക്ക് ഭാവിയിൽ ദോഷം ആകുമെന്ന കാര്യം ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ ആയുധങ്ങൾ നൽകി സഹായിച്ചവരാണ് തുർക്കി. സൈനിക ശേഷി ഇല്ലെങ്കിലും സൗദിയും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുക്കാൻ സാധ്യതയില്ല. പാകിസ്ഥാനോടുള്ള അവരുടെ ചായ്വ് വർഷങ്ങളായി തുടരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇനിയും വന്നാൽ അവരുടെ പുറകിൽ തുർക്കി, സൗദി എന്നീ ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാകും. അവർക്ക് കൂടുതൽ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളോടും ഈ സഖ്യത്തിൽ ചേരാൻ പറയുന്നത്. ആധുനിക ലോകത്തിൽ മതം തിരിച്ചുള്ള സൈനിക സഖ്യത്തിനാണ് പാകിസ്ഥാൻ മുറവിളി കൂട്ടുന്നത്. ഇന്ത്യയിലിരുന്ന് സൗദിക്ക് വേണ്ടി കൈയടിക്കുന്ന കുറെ പേർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, സൗദി പാകിസ്ഥാന്റെ ഒപ്പമാണ് നിലകൊള്ളുന്നത്. നമ്മുടെ ബദ്ധശത്രുക്കളായ പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രവുമായി ഒരു സംഘർഷം ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇനി സൗദിയും തുർക്കിയും ഉണ്ടാകുമെന്നും ഓർക്കുക.